കോഴിക്കോടിന്റെ വികസന വഴികൾ ചർച്ച ചെയ്ത് ന്യൂ കാലിക്കറ്റ് കോൺക്ലേവ്. കാലിക്കറ്റ് ചേംബർ ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി സംഘടിപ്പിച്ച പരിപാടിയിൽ ഡോക്ടർ മുഹമ്മദ് ഫിറോസ്, പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്ത് എന്നിവർ സംസാരിച്ചു. കാലിക്കറ്റ് ചേംബർ ഹാളിലായിരുന്നു കോഴിക്കോടിന്റെ വികസന ചർച്ചയ്ക്ക് വേദിയായത്. വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഗുണനിലവാരം ഉറപ്പുവരുത്തിയാൽ കോഴിക്കോടിന്റെ സമ്പദ് വ്യവസ്ഥയ്ക്ക് മാറ്റമുണ്ടാകുമെന്ന് ക്ലൈമറ്റ് റെസിലൻസ് ദുരന്ത നിവാരണ വകുപ്പ് ചെയർപേഴ്സണും NIT കാലിക്കറ്റ് ആർക്കിടെക്ചറൽ ആൻഡ് പ്ലാനിംഗ് മുൻ വകുപ്പ് മേധാവിയുമായ ഡോക്ടർ മുഹമ്മദ് ഫിറോസ് പറഞ്ഞു. ആളുകൾ ഇന്ന് വർക്കിംഗ് പോപ്പുലേഷൻ മുഴുവൻ ബീഹാറിൽ നിന്ന് UP നിന്ന് വരുന്നത്. അത് വലിയൊരു പ്രോബ്ലം. ബ്രെയിൻ ഡ്രെയിൻ നമുക്ക് എല്ലാവർക്കും അറിയാം. US UK മാത്രമല്ല, നമ്മൾ പിള്ളേർ മുഴുവൻ ബാംഗ്ലൂരും ഹൈദരാബാദും വർക്ക് ചെയ്യാൻ പോകുന്നത്. കേരളത്തിന്റെ മേയറും എല്ലാവരും പറഞ്ഞോളൂ, ഇപ്പോഴും മേയറൊക്കെ പറഞ്ഞൊരു കാര്യം, അർബൻ സ്പ്രോൾ. നമ്മൾ നഗരം, ഞാൻ കൂടുതൽ പറയുന്നില്ല, വലിയൊരു ടോപ്പിക്കാണ്. നഗരം എങ്ങനെ വികസിക്കണം എന്നുള്ളത് വെറുതെ റാൻഡം ആയിട്ട് ഇന്ന് വികസനം നടക്കുന്നത് എവിടെയാ? അപ്പോൾ കോഴിക്കോട്, മലപ്പുറം, അപ്പൊ ഇതിന്റെ ഒരു എഫക്ട് റീജിയണൽ സ്പ്രെഡ് എഫക്ട് മലപ്പുറം വരും, കണ്ണൂരും വരും, വയനാടും വരും. 4 ജില്ലകൾക്കുള്ള വികസനത്തിനുള്ള ഒരു ബാക്ക്ഗ്രൗണ്ടാണ് കോഴിക്കോട് എന്നുള്ളത് കൊണ്ട് തന്നെ അതിനൊരു ഹൈലി പൊട്ടൻഷ്യൽ സോണാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. കേരളം നേരിടുന്ന നഗരവൽക്കരണത്തിന് പരിഹാരം സർഗാത്മകത എന്നാണ് കില അഡ്മിനിസ്ട്രേഷൻ അർബൻ ചെയർപേഴ്സൺ പ്രൊഫസർ ഡോക്ടർ അജിത് കാളിയത്തിന്റെ അഭിപ്രായം. ഇതിനായി യുനെസ്കോ അംഗീകാരത്തെ മികച്ച രീതിയിൽ ഉപയോഗിക്കപ്പെടണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. കോഴിക്കോട് സാധാരണ ജനങ്ങൾക്ക് ഇതുവഴി എന്ത് തരത്തിലുള്ള ഗുണമുണ്ടാവും, അത്തരം ആശയങ്ങളെ പ്രസന്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് കോഴിക്കോട് മേയർ യുനെസ്കോയുടെ അംഗീകാരം നേടിയത്. കാരണം പ്രപ്പോസലിന്റെ ഭാഗമായിട്ട് അവർ ചോദിച്ചിരുന്ന കാര്യം, ഇതുകൊണ്ട് എന്ത് മാറ്റം നിങ്ങൾ കോഴിക്കോട്ട് കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നു എന്നാണ്. അല്ലാതെ ഒരു അംഗീകാരം വാങ്ങി മേയറുടെ ഓഫീസിലോ അല്ലെങ്കിൽ അത് ഒരു ഉദ്ഘാടന ചടങ്ങിലോ അവസാനിപ്പിക്കാനല്ല. അപ്പോൾ ഞാൻ നേരത്തെ ഡോക്ടർ ഫിറോസ് പറഞ്ഞ കുറേ ആശയങ്ങളെ ഒന്ന് റീഇൻഫോഴ്സ് ചെയ്യാനും കൂടി ഈ സന്ദർഭം ഉപയോഗിക്കുകയാണ്. നമ്മൾ പലപ്പോഴും നഗരത്തിനെ കാണുന്നത് ഒരു ക്രൗഡഡ് ആയിട്ടുള്ള, ഒരുപാട് ആളുകൾ വന്ന് പല കാര്യങ്ങൾ ചെയ്ത് ബഹളമയമായ ഒരു സ്ഥലമായിട്ടാണ്. കാലിക്കറ്റ് ചേംബർ കൊടാക് മഹീന്ദ്ര ബാങ്കിന്റെ സഹകരണത്തോടെ സംഘടിപ്പിച്ച ന്യൂ കാലിക്കറ്റ് കോൺക്ലേവ് മേയർ ബീന ഫിലിപ്പ് ഉദ്ഘാടനം ചെയ്തു. ചേംബർ പ്രസിഡന്റ് വിനീഷ് വിദ്യാധരൻ അധ്യക്ഷനായി. തോട്ടത്തിൽ രവീന്ദ്രൻ MLA മുഖ്യാതിഥിയായി. ഡെപ്യൂട്ടി മേയർ മുസാഫർ അഹമ്മദ് മുഖ്യപ്രഭാഷണം നടത്തി. ചടങ്ങിൽ ലൈഫ് മെമ്പർഷിപ്പ്, കോർപ്പറേറ്റ് മെമ്പർഷിപ്പ് എന്നിവ വിതരണം ചെയ്തു. മുൻ ചീഫ് ടൗൺ പ്ലാനർ അബ്ദുൽ മാലിക്, ചേംബർ സെക്രട്ടറി സിറാജുദ്ദീൻ ഇല്ലത്തൊടി, സുബൈർ കാടൻ, AP അബ്ദുള്ളക്കുട്ടി, കൊടാക് മഹീന്ദ്ര ബാങ്ക് ഏരിയ ഹെഡ് AP അഭിലാഷ് P എന്നിവർ സന്നിഹിതരായി. ന്യൂസ് ബ്യൂറോ, കോഴിക്കോട്. ഗാന്ധി തൊപ്പിയും കറുത്ത വസ്ത്രവും അണിഞ്ഞ്